വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ വഴികളിൽ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വീണ വിജയന്റെ വീണക്കമ്പികൾ പൊട്ടുന്നതായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യ കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് കുറ്റപത്രത്തിന് സമാനമായ പ്രോസിക്യൂഷൻ പരാതി കോടതി സ്വീകരിച്ചാൽ പ്രതികളെ കോടതി വിചാരണക്കായി വിളിപ്പിക്കുന്നതാണ്. പ്രതിപട്ടികയിൽ ഇടം പിടിച്ച പ്രധാനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ജോർജ് ആണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. വീണ ജോർജും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷനും ഉൾപ്പെടെ 27 പ്രതികളുള്ള കേസിൽ CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥരും പ്രതിസ്ഥാനത്തുണ്ട്. 160 പേജുള്ള കുറ്റപത്രത്തിൽ വീണ വിജയനും അവരുടെ കമ്പനിക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് കമ്പനി നിയമത്തിലെ 447 വകുപ്പാണ്. ഏകദേശം 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് വകുപ്പ്. ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഥവാ അഴിമതിക്കെതിരെയുള്ള രജിസ്റ്റർ ഓഫ് കമ്പനിയുടെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് കാര്യമന്ത്രാലയത്തിന് കീഴിലുള്ള SFIO ജനുവരിയിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചത്. 2013 കമ്പനി ആക്ട് പ്രകാരം വഞ്ചന നടത്തിയ വീണ വിജയന് മാപ്പ് നൽകരുതെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ടത്രേ. ആദായനികുതി ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലല്ല ROC അന്വേഷണം നടത്തിയതെന്നും എന്നാൽ ബോർഡിന്റെ കണ്ടെത്തലുകൾ ROC വീണ വിജയന്റെ മുന്നിൽ വെച്ചിരുന്നതായും ROC പറയുന്നുണ്ട്. 2017 മുതൽ വീണ വിജയനും അവരുടെ കമ്പനി എക്സാലോജിക്കിനും കൂടി പ്രതിമാസം 8 ലക്ഷം രൂപ CMRL നിന്നും ലഭിച്ചിരുന്നതായും മാർക്കറ്റിംഗ് കൺസൾട്ടൻസിയും സോഫ്റ്റ്വെയർ അസിസ്റ്റൻസും നൽകുന്നതിന് CMRLനും വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും കരാറിൽ ഒപ്പുവെച്ചിരുന്നതായും എന്നാൽ എക്സാലോജിക്ക് CMRLന് ഒരു സേവനവും നൽകിയിരുന്നില്ല എന്നുമാണ് ബോർഡ് കണ്ടെത്തിയിരുന്നത്. എക്സാലോജിക്കും CMRLനും തമ്മിലുള്ള കരാർ പ്രകാരം സോഫ്റ്റ്വെയർ സേവനങ്ങൾ കമ്പനി മുഖേന മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുണ്ട്. എന്നാൽ കമ്പനിയാണെങ്കിൽ ഒരു സേവനവും CMRLന് നൽകിയിട്ടില്ലതാണ്. എന്നിട്ടും എക്സാലോജിക് MDയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് CMRL പണം വകമാറ്റി നൽകിയതിൽ എന്തുകൊണ്ട് കമ്പനി നിയമം 447 പ്രകാരം നടപടിയെടുത്തില്ല എന്ന ചോദ്യം ROC വക വീണയുടെ നേർക്കുണ്ട്. ആദായനികുതി ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് 2023 സമർപ്പിച്ച റിപ്പോർട്ടിൽ CMRL എക്സാലോജിക്കിന് 1,72,00,000 രൂപ നൽകിയതായാണ് പരാമർശിക്കുന്നത്. അതേസമയം SFIOയുടെ അന്വേഷണത്തിൽ വീണ വിജയനും അവരുടെ സ്ഥാപനത്തിനും കൂടി 2.70 ലക്ഷം രൂപ 2,70,00,000 രൂപ CMRL നിന്നും ലഭിച്ചതാണ് കണ്ടെത്തൽ. കൂടാതെ CMRLന്റെ അനുബന്ധ സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അതിൽ നിന്നും വീണ വിജയൻ പണം ദുരുപയോഗം ചെയ്തതായും SFIO അനുമാനിക്കുന്നുണ്ട്. CMRLന്റെ അനുബന്ധ സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും വായ്പയാണ് പണമെടുത്തതെന്ന് വീണ വിജയനും അത് സംബന്ധിച്ച് CMRLും വാദിച്ചിരുന്നു. എന്നാൽ അത് വെറും വാദമായി മാറുകയായിരുന്നു. അത് സാധൂകരിക്കാനുള്ള ശക്തമായ തെളിവുകളൊന്നും കൊണ്ടുവരാൻ വീണ വിജയനും CMRLനും സാധിച്ചിട്ടില്ല. എറണാകുളം ജില്ലാ കോടതിയിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു അറസ്റ്റിലേക്ക് കടക്കാൻ SFIO തയ്യാറാവാത്തത് കൊണ്ട് തന്നെ വീണ വിജയനും CMRLനും കുറ്റപത്രം റദ്ദു ചെയ്യണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടാനുള്ള സൗകര്യവും സാവകാശം കിട്ടുകയാണ്. മാത്രമല്ല വീണ വിജയൻ അറസ്റ്റിന് വിധേയമായാൽ അത് കേരള ഭരണകൂടത്തെ കാര്യമായി ബാധിക്കും എന്നതിൽ സംശയമില്ല. പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു ജോലിയും ചെയ്യാതെ സ്വന്തം മകളായ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ വെറുതെ CMRL നിന്നും വെറുതെ വരുന്നത്. മാത്യു കോൽനാടൻ അടക്കമുള്ളവർ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആ ആവശ്യം ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് മകളായ വീണ വിജയന്റെ കമ്പനിക്ക് 2,70,00,000 രൂപ നോക്കുകൂലിയായി ഒരു ജോലിയും ചെയ്യാതെ ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ഭരണതലത്തിൽ വല്ല അഴിമതിയും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അതിനുശേഷമാണ് SFIO ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും കോടതിയുടെ വിവേചനാധികാരത്തിനും കണ്ടെത്തലുകൾക്കും വിധേയമായി തന്നെയായിരിക്കും കേസിന് മുന്നോട്ടുള്ള പോക്ക്. അതേസമയം SFIOയുടെ തീരുമാനങ്ങൾ ഓരോന്നും വലിയ ദീർഘവീക്ഷണത്തോടെയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. SFIO കുറ്റപത്രം സമർപ്പിക്കുന്നത് തന്നെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാം എന്ന ദില്ലി കോടതിയുടെ കണ്ടെത്തലോടെയാണ് ഉത്തരവോടെയാണ്. എന്നാൽ വീണ വിജയനും CMRLനും എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം റദ്ദു ചെയ്യാൻ അപേക്ഷിക്കുകയും ചെയ്യാം. SFIയുടെ കണ്ടെത്തലുകൾ വീണ വിജയനെയും CMRLനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ പര്യാപ്തമല്ലെങ്കിൽ
കുറ്റപത്രം റദ്ദു ചെയ്യുകയും അതല്ല SFIയുടെ കണ്ടെത്തലുകൾ വിലപ്പെട്ടതാണെങ്കിൽ കമ്പനികാര്യ ചട്ടം 447 വീണ വിജയനും CMRLനും ലംഘിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കുറ്റവാളികൾ വിചാരണ നേരിടേണ്ടിയും വരും. ആ സന്ദർഭത്തിൽ വീണ വിജയനും മറ്റു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും അറസ്റ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. കോടതിയാണ് കുറ്റപത്രത്തിന്റെ കണ്ടെത്തലുകളെ വിലയിരുത്തേണ്ടതും അതിന്റെ മേൽ തീരുമാനമെടുക്കേണ്ടതും. വീണ വിജയൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. മാത്രമല്ല, അതിലുപരി പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോഴാണ് വീണ വിജയന്റെ അക്കൗണ്ടിൽ 2,70,00,000 രൂപ CMRL നിന്നും ഒഴുകിയെത്തുന്നത്. ആരിലും സംശയമുണ്ടാക്കാവുന്ന പണത്തിന്റെ കുത്തൊഴുക്കാണിത്. വീണ വിജയനും എക്സാലോജിക്കും എവിടെ നിന്ന് വേണമെങ്കിലും പണം സ്വീകരിക്കാം. പക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് യാതൊരു കാരണവുമില്ലാതെ പണം വന്ന് നിറയുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം വീണ വിജയൻ പറയേണ്ടതുണ്ട്. അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രിയായ അച്ഛൻ CMRLന് അതിരുവിട്ട് നൽകിയ ഏതോ സേവനത്തിനുള്ള പ്രത്യുപകാരമാണ് മകളുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയ കോടികളെന്ന് ആര് വിലയിരുത്തിയാലും അതിനെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയാത്ത പാരിതോഷികം മകളുടെ അക്കൗണ്ടിലൂടെ നൽകി കടം വീട്ടുന്നു എന്ന് പറയാനാവും. അതുകൊണ്ട് തന്നെ കോടതി SFIയുടെ കുറ്റപത്രം അംഗീകരിച്ചാൽ നീതിമാനായ ഒരു ഭരണാധികാരി എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം ആ കസേരയിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്.